മാക്സ് ഡിജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ദിവസം വാട്സപ്പിൽ ഏകദേശം 20-ലധികം ലീഡ്സുകൾ വരാറുണ്ട്. ആ ലീഡ്സിൽ വരുന്ന മിക്ക ആളുകളും ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ഫേക്കല്ലേ, ഇതിൽ ബ്ലോക്ക് വരില്ലേ, ഇത് ശരിക്കും വർക്ക് ചെയ്യോ എന്നുള്ളതൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇതിലെ മിക്ക ആളുകളും നേരത്തെ ചില സോഫ്റ്റ്വെയറുകൾ വാങ്ങി അത് സ്റ്റോപ്പായി പോയി, അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടാതെ പ്രതിസന്ധിയിലായിട്ടുള്ള ആളുകളാണ് പലരായിട്ടും സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത്. ബ്ലോക്ക് ആവില്ല എന്ന ചോദ്യത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം, ബ്ലോക്ക് വരും, എന്നാൽ അത് വരാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. പലരും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, സോഫ്റ്റ്വെയർ വാങ്ങിയിട്ട് ഒരു ദിവസം ഇരുന്ന് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള കോണ്ടാക്റ്റ് അതിലേക്ക് മൊത്തത്തിൽ മെസ്സേജ് ചെയ്യുക എന്നുള്ളതാണ് പലരും ചെയ്യാറുള്ളത്. അതൊരു തെറ്റായ രീതിയാണ് ശരിക്കും. കാരണം അത്രയും നമ്പേഴ്സുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ പ്രോപ്പറായൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വാട്സപ്പിൻ്റെ പൈസ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് വാട്സപ്പ് തരുന്നുണ്ട്, അത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള CRM സോഫ്റ്റ്വെയറുകളും അഡീഷണൽ ബൾക്ക് സെൻറ്റർ പോലത്തെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചില കൺട്രോളുകൾ നമ്മൾ വെക്കണം. ആ രീതിയിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ്. അങ്ങനെ ചില കൺട്രോളുകൾ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെന്താണ് എന്നുള്ളതാണ് നമ്മളിതിൽ വിശദീകരിക്കുന്നത്. നമുക്കൊന്നാമത്തെ നമ്മുടെ സോഫ്റ്റ്വെയറിലെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാനുള്ള ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചറിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബ്ലോക്കിനെ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമത് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള സിമ്മ് അത് എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര കാലമായിട്ട് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നൊരു സിമ്മാണ് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. പുതിയൊരു നമ്പർ എടുത്ത് അതിൽ നിന്ന് ബൾക്കായിട്ട് മെസ്സേജ് അയച്ചാൽ, നോർമൽ വാട്സപ്പിൻ്റെ ആപ്പിൽ നിന്ന് പോലും നമ്മൾ മെസ്സേജ് അയച്ചാൽ അതിന് ബാൻ വരും. കാരണം അതൊരു പ്രോപ്പർ ബിസിനസ് അല്ല എന്നുള്ളതാണ് വാട്സപ്പ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പതിയെ പതിയെയാണല്ലോ നമ്മൾ വലുതായിട്ട് വരുന്നത്, ഒറ്റയടിക്കല്ല നമ്മൾ വലുതായി വരുന്നത്. അപ്പോൾ പതിയെ പതിയെ തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് വാട്സപ്പിൻ്റെ ബൾക്ക് മെസ്സേജിങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് സോഫ്റ്റ്വെയർ വാങ്ങി, ഞാൻ ആദ്യം അയാളോട് പറഞ്ഞിരുന്നു പുതിയ നമ്പറാണെങ്കിൽ ഒരു ദിവസം 50 മെസ്സേജൊക്കെ വിട്ടാൽ മതി. അയാളത് കേൾക്കാതെ ഒന്നാമത്തെ ദിവസം 100 നമ്പർ കൊടുത്ത് മെസ്സേജ് പോയി എന്നുള്ളൊരു ധൈര്യം കിട്ടി. അയാൾ ഉടനെ തന്നെ വീണ്ടും 50 കോണ്ടാക്റ്റ് കൊടുത്തു, അതിലേക്കും പോയി. വീണ്ടും 50 കോണ്ടാക്റ്റ് കൊടുത്ത് മെസ്സേജ് അയച്ചപ്പോൾ 176-ാമത്തെ മെസ്സേജിൽ ബ്ലോക്ക് വന്നു, വാട്സപ്പ് ബാനായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നോർമലി ആദ്യം പറഞ്ഞല്ലോ കോണ്ടാക്റ്റ് കുറച്ചാൽ, അത് ബ്ലോക്ക് വന്നില്ല എന്ന് കണ്ടപ്പോൾ അതൊരു ധൈര്യത്തിൽ ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത്, വളരെ സൂക്ഷിച്ചുകൊണ്ട് പുതിയ നമ്പറാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ എണ്ണം നമ്പേഴ്സ് മാത്രം മെസ്സേജുകൾ വിടുക. രണ്ടാമത്തെ ദിവസം അതിലേക്ക് ചെറിയ എണ്ണം കൂട്ടുക. മൂന്നാമത്തെ ദിവസം വീണ്ടും 10% എണ്ണം കൂട്ടുക. ഇങ്ങനെ നമ്പേഴ്സിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് നമ്മൾ വിടുന്ന മെസ്സേജുകൾക്ക് തിരിച്ച് റീപ്ലൈ വരുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ അടങ്ങിയ മെസ്സേജുകളായിരിക്കണം നമ്മൾ വിട്ടുകൊടുക്കുന്നത്. നമ്മൾ 100 ആളുകൾക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കസ്റ്റമർ പോലും ഒരു റിയാക്ഷൻ പോലും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആക്ഷൻ പോലും ഒരു കസ്റ്റമർ നമ്മുടെ മെസ്സേജിന് എടുത്തിട്ടില്ലെങ്കിലൊക്കെ അക്കൗണ്ട് ബാൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറയുന്നത്, പുതിയ നമ്പറാണ് എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്ന് ചെറിയ എണ്ണം മെസ്സേജുകൾ മാത്രം ഒരു ദിവസം വിടുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എത്രയാണ് എണ്ണത്തിൻ്റെ ലിമിറ്റ്? ഞാൻ പറയുന്ന ഒരു 50 എന്നുള്ളതിൽ നമ്മൾ ചുരുക്കി വെക്കുക. ആ 50 തന്നെ ഒരേ സമയത്ത് നമ്മൾ വിടരുത്, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അത് നമ്മളിതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എണ്ണം ചുരുക്കി ആ എണ്ണം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ടൈം ഡിലേ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാനുള്ള വിൻഡോ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കിവിടെ നമ്പേഴ്സുകൾ കൊടുക്കുക. ആ നമ്പേഴ്സ് കൊടുത്തിട്ട് നമുക്കിവിടെ മെസ്സേജുകൾ
എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെൻഡ് എ സിംഗിൾ റാൻഡം മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് നമ്മളൊരു മെസ്സേജ്, ഒരു ബ്രാൻഡ് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുകയാണ്. ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്ന ഒരേ കണ്ടൻറ്റുകളായിരിക്കും, പക്ഷേ അതിൽ ചില മാറ്ററുകളിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. പ്രൊഡക്റ്റ് ഒന്നായിരിക്കും, അതിൻ്റെ ഈ പോസ്റ്റർ ഒന്ന് ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, അതിലെ കണ്ടൻറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു 2-3 മെസ്സേജ് നമ്മൾ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നമ്മളിവിടെ ടിക്കിടുക. ഈ ടിക്കിട്ടിട്ട് 2-3 മെസ്സേജുകൾ നമുക്കിവിടെ ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 മെസ്സേജുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും. നമ്മളിവിടെ കൊടുക്കുന്ന നമ്പേഴ്സുകളിലേക്ക് 50 നമ്പേഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ആളുകൾക്ക് സെപ്പറേറ്റ് മെസ്സേജുകളായിട്ടാണ് പോവുക. അതേപോലെ തന്നെ നമുക്കിവിടെ വേരിയബിൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു കോൺടാക്റ്റിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഹായ് അവരുടെ പേര് വരുന്ന രീതിയിൽ. അതുപോലെ തന്നെ എക്സൽ ഫോർമാറ്റിൽ നമ്മൾ നേരത്തെ കസ്റ്റമൈസ്ഡ് മെസ്സേജ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ എക്സൽ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന അവരുടെ ഡാറ്റകളെ ബേസ് ചെയ്തുകൊണ്ട് വേരിയബിൾ സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് മെസ്സേജ് അയക്കാം. അങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴും നമ്മൾ അയക്കുന്ന മെസ്സേജുകളിൽ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ വാട്സപ്പിന് അത് ബ്ലോക്ക് ചെയ്യാൻ പെട്ടെന്ന് കഴിയില്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ സെൻഡിങ് ഡിലേ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ മെസ്സേജുകൾക്കിടയിലും നിശ്ചിത സമയത്ത് ഗ്യാപ്പ് നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 to 10 സെക്കൻഡാണ് നോർമലി ഇവിടെ സോഫ്റ്റ്വെയർ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അത് നമുക്കൊന്ന് കൂട്ടി കൊടുക്കുക, കുറയ്ക്കരുതൊരിക്കലും. ഒരു 7 to 20 ഒക്കെ വെച്ചാൽ നമുക്ക് ഓരോ മെസ്സേജുകൾക്കിടയിലും ഒന്നാമത്തെ ഒരാൾക്ക് മെസ്സേജ് പോയി ഒരു 10-20 സെക്കൻഡിനിടയിലുള്ള ഒരു അക്കായിരിക്കും വരിക. നമ്മൾ 10 to 20 കൊടുത്താൽ ചിലപ്പോൾ ആദ്യത്തെ മെസ്സേജ് 10 സെക്കൻഡിൽ പോകും, രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ 15 സെക്കൻഡായിട്ട് കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേജ് പോവുക, മൂന്നാമത്തെ ആൾക്ക് ചിലപ്പോൾ 20 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേജ് പോവുക. ഇങ്ങനെ റാൻഡം വൈസിലാണ് ആ ഡിലേ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് കാരണം വാട്സപ്പിന് നമ്മളിത് ബൾക്കായിട്ട് അയക്കുകയാണ് എന്നുള്ളത് മനസ്സിലാവില്ല. നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കുകയാണ് എന്നുള്ളതാണ് വാട്സപ്പ് റീഡ് ചെയ്തെടുക്കുക. ഇതൊക്കെ ബോട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, ഒരു മനുഷ്യനിരുന്നുകൊണ്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അത്തരം ബോട്ടുകളുടെ വർക്കുകളെ എങ്ങനെയാണ് നമുക്ക് ഇഷ്കാലം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഓരോ മെസ്സേജുകൾ കൊടുത്ത് സെൻഡ് കൊടുക്കുക. പുതിയ നമ്പറാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ഏകദേശം 500 ചില്ലാനം മെസ്സേജുകൾ ഞാൻ ഇന്ന് വിട്ടിട്ടുണ്ട് എൻ്റെ യൂസ് നമ്പറിൽ നിന്ന്. അത്രയും നമ്പറുകൾ ഞാൻ വിട്ടതിൻ്റെ കോൺഫിഡൻസ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഞാനൊരു എക്സലിൽ അത് കാണിച്ചു തരാം. ഞാനതിൻ്റെ റിപ്പോർട്ട് എടുത്ത് വെച്ചതാണ്. ഞാൻ ഈ നമ്പേഴ്സുകൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. 3 നമ്പേഴ്സുകളിലേക്ക് ഞാൻ ഇന്ന് മെസ്സേജ് വിട്ടതിൻ്റെ ഒരു എക്സൽ സ്റ്റാറ്റസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് വെറുതെ പറഞ്ഞതല്ല, ഒറിജിനലായിട്ട് ഇന്ന് അയച്ചിട്ടുള്ളൊരു മെസ്സേജിൻ്റെ സ്റ്റാറ്റസാണ്. അതിൽ സമയവും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് ചെയ്തെഴുതി പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വരാനില്ല. പക്ഷെ അങ്ങനെ തീരെ പഴക്കമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കൂടുതൽ എണ്ണം നമ്പറുകളിലേക്ക് മെസ്സേജ് ചെയ്താൽ എന്തായാലും വാട്സപ്പ് ബാനാവും. വാട്സപ്പ് ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ട് തന്നെയാണ് വാട്സപ്പ് കാണുന്നത്. അവർക്ക് ക്യാഷ് കിട്ടണം. അവർക്ക് ക്യാഷ് കൊടുക്കാതെ നമ്മൾ ചില ഇടപാടുകൾ നടത്തും, അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ബിസിനസ് നടത്തുമ്പോൾ അതിൽ ചില ലിമിറ്റേഷനൊക്കെ നമുക്കുണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് നമ്മൾ പൈസ കൊടുത്ത് മാസത്തിൽ നല്ല സംഖ്യ 6000 വരെ ചില ആളുകളൊക്കെ മാസത്തിൽ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. 6000 എന്നല്ല, നല്ല സംഖ്യ ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ലീഡ്സും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റ് ബോട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സിസ്റ്റം സംവിധാനമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ ഗൗരവത്തിൽ കാണും. അതിനുശേഷം നമുക്ക് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 500 മെസ്സേജ് അയക്കുമ്പോഴും ഈ 500 മെസ്സേജ് ഒരേ സമയത്ത് ചെയ്യരുത് എന്നാണ് പറയാം. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറാണെങ്കിൽ പോലും അതിലേക്ക് നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് മെസ്സേജ് അയച്ചാൽ ഉച്ചയ്ക്ക് ഒരു 12 മണിയിലേക്ക് നമ്മൾ അടുത്ത മെസ്സേജ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് ഷെഡ്യൂളിനൊരു ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം നേരത്തെ പോലെ തന്നെ കോൺടാക്റ്റുകൾ നമുക്ക് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജിൻ്റെ കണ്ടൻറ്റ് അവിടെ കൊടുക്കാം. ഇവിടെ മെസ്സേജുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, ഇമേജ് ആണെങ്കിൽ ഇമേജ്, അതൊക്കെ നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അത്
അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഇതേ രീതിയിൽ ടൈം ഡിലേ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എത്രയും നമുക്ക് കൂട്ടി വെക്കാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ടൈം ഡിലേ സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ അതിന് ശേഷം നമുക്കിവിടെ ഷെഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ സമയം ഫിക്സ് ചെയ്ത് നമുക്ക് മെസ്സേജ് പോകേണ്ട രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിത് ബ്ലോക്ക് വരില്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളിതൊക്കെ ലംഘിച്ചു 1000 നമ്പറിലേക്ക് ഒറ്റയടിക്ക് മെസ്സേജ് അയച്ചാൽ ബ്ലോക്ക് വരും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാന് വരില്ല. നമ്മൾ കൃത്യമായി പരിശീലനം കൊടുത്ത് നിരന്തരം അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുന്ന 100-ലധികം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നിലവിൽ ഒരു മെസ്സേജ് അയക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സ്തംഭിച്ചു പോയ വാട്സപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് നോർമൽ വാട്സപ്പിൽ നിന്ന് തന്നെ ഒരു 10-20 മെസ്സേജ് അയച്ച ബാന് വരുന്നുണ്ട്, റിക്കവർ ചെയ്തെടുത്തതാണ്, ഇനി ബാന് വരും. നമ്മൾ പറഞ്ഞ രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് 5 ദിവസമായി ഒരു പ്രശ്നമില്ലാതെ 100, 200, 300 ആളുകൾക്ക് മെസ്സേജ് അയക്കൽ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയുന്ന രീതിയിൽ കൃത്യമായി ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് സംശയമില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ മറ്റു ഫീച്ചറുകളുമായി വരാം. കാണുന്നതുവരെ ഗുഡ് ബൈ.